നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ ചർച്ചയിൽ നമ്മോടൊപ്പമുള്ളത് യുവമോർച്ചയുടെ സംസ്ഥാന മീഡിയ സെൽ കൺവീനറാണ് ശ്രീ നന്ദുവാണ്. നന്ദു, നമസ്കാരം, സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ച വിഷയം വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ സുഗതൻ, അദ്ദേഹത്തിനെതിരെ ധാരാളം കേസുകൾ, ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ ദിവസം 19 കേസുകൾ അദ്ദേഹത്തിനെതിരെ ഉണ്ട് എന്ന് വിവരം പുറത്തുവിട്ടിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് മേൽ കാപ്പ ചുമത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരസഭാ ഭരണം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു നഗരസഭാ ഭരണം BJPക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് BJPയെ തള്ളിവിടുന്നുവെന്ന ചർച്ചകളുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കാപ്പ കേസ് പ്രതിയാണ് BJPയുടെ വാഴോട്ടുകോണം സ്ഥാനാർത്ഥി എന്നൊരു ചർച്ച ഉയർന്നു വന്നിരുന്നു. അപ്പോൾ അന്ന് BJP അത് ചെവിക്കൊണ്ടില്ല. അപ്പോൾ അതൊരു തെറ്റായി മാറിയോ, അതോ ഇപ്പോൾ പാർട്ടി ഒരു പ്രതിസന്ധിയിലേക്കാണോ ഇത് കടന്നു പോകുന്നത്? അല്ല, ഒരു പ്രതിസന്ധി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമ്മൾ നോക്കും, BJPയുടെ ഏതെങ്കിലും ഒരു നേതാവിന് ഒരു ആത്മവിശ്വാസക്കുറവോടുകൂടി ഈ വിഷയത്തെ ജനങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യേണ്ട ഗതികേട് വന്നിട്ടില്ല. പക്ഷേ ഓരോ ദിവസം കഴിയുമ്പോഴും VK പ്രശാന്തിനും CPMനും അത്തരത്തിൽ ജനങ്ങളുടെ മുന്നിൽ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെ മുന്നിലുണ്ട്. ഇതിൽ വസ്തുതാപരമായ ഒരു ചെറിയ പക്ഷേ കാപ്പ കേസ് പ്രതിയായിരുന്ന സുഗതനല്ല BJP സ്ഥാനാർത്ഥിയാക്കിയത്. BJP സ്ഥാനാർത്ഥിയാക്കുമ്പോൾ സുഗതൻ്റെ പേരിൽ കാപ്പ കേസ് ഇല്ല. എന്നാൽ സുഗതൻ്റെ പേരിൽ കേസുകളുണ്ട്. പക്ഷെ കാപ്പ കേസിൽ പ്രതിയല്ല സുഗതൻ. അത് അങ്ങനെ ഒരു നറേറ്റീവ് കൊണ്ടുവരികയാണ്. സുഗതൻ കാപ്പ കേസ് പ്രതിയായിരുന്നു ഇലക്ഷൻ സമയത്തെ എന്ന് പറഞ്ഞിട്ട് അവിടെ നറേഷൻ കൊണ്ടുവരും. ഇനി ഞാൻ ചേട്ടനോട് വളരെ വ്യക്തിപരമായൊരു ചോദ്യം, അതായത് ഒരു നാട്ടിൽ അവിടുത്തെ നാടിൻ്റെ ക്രമസമാധാന അന്തരീക്ഷത്തെയും അവിടുത്തെ സമാധാന അന്തരീക്ഷത്തെയും തകർക്കുന്ന ഒരാൾക്ക് ജനം വോട്ട് ചെയ്ത് അവരുടെ പ്രതിനിധിയായി മുകളിലേക്ക് എവിടേക്കെങ്കിലും അയക്കും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നിഷ്കളങ്കരേണ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ സ്വാഭാവികമായും ജനം സുഗതൻ വോട്ട് ചെയ്തിട്ടുണ്ടോണ്ടാണല്ലോ സുഗതൻ വിജയിച്ചത്. അപ്പോൾ സുഗതൻ വോട്ട് വാങ്ങി ജയിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും? സുഗതന് ജനങ്ങളോടുള്ള ബന്ധവും തിരിച്ച് ജനങ്ങൾക്ക് സുഗതനോടുള്ള ബന്ധവും. BJPക്ക് പൊളിറ്റിക്കൽ വോട്ട് കിട്ടിയിട്ടുണ്ടാവാം, പക്ഷെ എന്നാലും സുഗതനോട് ഒരു നമ്പർ ഓഫ് വോട്ട് കിട്ടാതെ സുഗതൻ അവിടെ ജയിക്കില്ല. അപ്പോൾ കൃത്യമായി ആ നാട്ടിൽ പൊതുപ്രവർത്തനം നടത്തി, ആ നാട്ടിൽ സംഘടനാ പ്രവർത്തനം നടത്തി, ആ നാട്ടിൽ ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള വിവിധ ഘട്ടങ്ങളിലുള്ള പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് സുഗതൻ അവിടെ വിജയിക്കുന്നത്. അപ്പോൾ സുഗതൻ വിജയിച്ച വാർഡിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഈ ചർച്ച തുടങ്ങണം, എങ്കിലേ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു കൃത്യത കിട്ടുള്ളൂ. സുഗതൻ ജയിച്ച വാർഡിൻ്റെ പേര് വാഴോട്ടുകോണം എന്നാണ്. ഈ വാഴോട്ടുകോണം വാർഡിൻ്റെ ഒരു പ്രത്യേകത, ഏത് കുറ്റിച്ചൂലിനെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ കൊണ്ടുവന്ന് നിർത്തിയാലും CPMന് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും എന്ന് കോൺഫിഡൻസ് ഉള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം നഗരസഭയിൽ. അങ്ങനെ ചുരുക്കം ചില വാർഡുകളിൽ ഒന്നായിരുന്നു വാഴോട്ടുകോണം. ആ വാഴോട്ടുകോണത്ത് CPMന് വയ്ക്കാൻ കഴിയുന്ന, CPMൻ്റെ നയത്തിനോട് ചേർന്ന് നിൽക്കുന്ന അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മണ്ണടിക്കാരനും ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയക്കാരനും ഒക്കെ ആയിട്ടുള്ള മൂന്നാമൂട് ഷാജി എന്ന് പറയുന്നയാളിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നു. ഈ സ്ഥാനാർത്ഥിയാക്കിയ മൂന്നാമൂട് ഷാജിയെ ജില്ലാ കമ്മിറ്റി പൈസ വാങ്ങിയാണ് സ്ഥാനാർത്ഥിയാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ടും VK പ്രശാന്തിൻ്റെ ബിനാമിയാണ് മൂന്നാമൂട് ഷാജി എന്നും, അതുപോലെ മൂന്നാമൂട് ഷാജിക്ക് സീറ്റ് കൊടുത്തതിന് റിബലായി അവിടെ പാർട്ടിയുടെ തന്നെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് റിബലായി മത്സരിക്കുകയും ചെയ്തു. അദ്ദേഹം 450-500 വോട്ട് അദ്ദേഹവും വാങ്ങി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, CPMന് അകത്ത് നിന്ന് പറഞ്ഞതാണ് മൂന്നാമൂട് ഷാജി എന്ന് പറയുന്ന മണ്ണ് മാഫിയ തലവൻ ഈ പറയുന്ന VK പ്രശാന്ത് എന്ന് പറയുന്ന PR സ്റ്റണ്ടുകളുടെ മാസ്റ്ററുടെ ബിനാമിയാണ് എന്ന് ഇലക്ഷൻ സമയത്ത് തന്നെ തുടങ്ങിയ വിഷയമാണ്. അവിടെ നിന്നാണ് സുഗതൻ ജനങ്ങളുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിക്കൊണ്ട് സുഗതൻ വിജയിച്ചു കയറുന്നത്. സുഗതൻ വിജയിച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവിടുത്തെ MLA നടത്തുന്ന ഈ PR സ്റ്റണ്ടുകൾക്കെതിരെ ഒരു വാർഡ് കൗൺസിലർക്ക് എങ്ങനെ പ്രതികരിക്കാൻ സാധിക്കുമോ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കൃത്യമായി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, രേഖകളുടെ അടിസ്ഥാനത്തിൽ ഈ PR സ്റ്റണ്ട് മാസ്റ്റർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ PR തള്ളുകളെ, അതായത് VK പ്രശാന്ത് എന്ന് പറയുന്ന MLA PR വർക്കുകളിലൂടെ കൊണ്ടുവന്ന ഒരു ക്ലീൻ ഇമേജ് ഉണ്ട്, ഒരു വളരെ ബെറ്റർ MLA എന്നുള്ളൊരു ഇമേജ് ഉണ്ട്. ആ ഇമേജിനെ ദിവസങ്ങൾ കൊണ്ട്, അത് വെറുതെ വാക്കുകൾ കൊണ്ട് പറഞ്ഞു പോവുകയല്ല, അദ്ദേഹം വസ്തുനിഷ്ഠമായി കണക്കുകളുടെയും പേപ്പറുകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ കൃത്യമായി
ഓരോന്നോരോന്നായി പൊളിച്ചിടുകയാണ്. അപ്പോൾ സ്വാഭാവികമായും തൻ്റെ കഴിഞ്ഞ ഒരു 8-9 വർഷത്തെ അധ്വാനം കൊണ്ടുണ്ടാക്കിയെടുത്തൊരു ഇമേജിനെ ഒരു കൗൺസിലർ, പ്രത്യേകിച്ച് ഒരു സാധ്യതയും ഇല്ലാതിരുന്ന ഒരു വാർഡിൽ നിന്ന് ജയിച്ചു കയറി വന്ന് ജനകീയനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ പൊളിച്ചിടുന്നത് കാണുമ്പോൾ ഏതൊരു എതിരാളിക്കും തോന്നുന്ന ഒരു എതിർപ്പുണ്ടല്ലോ, ഒരു ശത്രുതാ മനോഭാവം. അതാണ് ഈ പറയുന്ന വി കെ പ്രശാന്ത് എന്ന് പറയുന്ന മുൻ MLAക്ക് ഈ പറയുന്ന ചെറുപ്പക്കാരനോട് തോന്നുന്നത്. എന്നിട്ട് ആരാണ് സുഗതനെ കെ മുരളീധരൻ MLA ആയിരുന്ന കാലഘട്ടം, അന്ന് എനിക്ക് തോന്നുന്നു 2014 കാലഘട്ടമാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ഞങ്ങളൊക്കെ യുവമോർച്ചയുടെ ജില്ലാ നിലവാരത്തിൽ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അന്ന് സുഗതൻ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൻ്റെ പ്രസിഡൻ്റാണ്. അന്നൊരു പ്രധാനപ്പെട്ട, നിങ്ങളിപ്പോൾ രേഖകളിൽ നോക്കിയാലോ യൂട്യൂബിൽ നോക്കിയാലോ കാണാൻ സാധിക്കും, അന്ന് വലിയ വാർത്തയായിരുന്നു അത്. അതായത് കെ മുരളീധരൻ നിയമസഭയ്ക്കകത്ത് പ്രസംഗിക്കുകയാണ്. എൻ്റെ നാട്ടിലെ കുഴികളിൽ മുഴുവൻ BJP-കാരൻ വാഴയും കൊടിയും കൊണ്ട് വെച്ചു തുടങ്ങി. എനിക്ക് ഒരു സമ്മേളന സ്ഥലത്ത് പോകാൻ സാധിക്കുന്നില്ല. അവിടെയൊക്കെ യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുകയാണ്. യുവമോർച്ചക്കാരെ തട്ടിയിട്ട് എനിക്ക് എൻ്റെ മണ്ഡലത്തിൽ പോകാൻ കഴിയുന്നില്ല എന്ന് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് കെ മുരളീധരൻ, ഇന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി, ഇന്നത്തെ MLA, വട്ടിയൂർക്കാവ് MLA തന്നെ നിയമസഭയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അന്ന് അത് സുഗതൻ്റെ നേതൃത്വത്തിലുള്ള യുവമോർച്ചയുടെ ഒരു പോരാട്ടമാണ്. അപ്പോൾ അന്ന് മുതൽ സുഗതൻ ഈ രണ്ടു പാർട്ടികളുടെയും കണ്ണിലെ കരടായി വളർന്നു വരികയായിരുന്നു. അവിടെ നിന്ന് സുഗതൻ ഈ പറയുന്ന വട്ടിയൂർക്കാവ് ജംഗ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദീർഘനാളത്തെ ആവശ്യമായിരുന്നു വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം. എല്ലാ മുന്നണികളും ജയിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ, അല്ലെങ്കിൽ ജയിക്കുന്ന നിമിഷം വരെ വട്ടിയൂർക്കാവ് വികസനത്തെക്കുറിച്ച് സംസാരിക്കും, വട്ടിയൂർക്കാവ് ജംഗ്ഷൻ്റെ വികസനത്തെക്കുറിച്ച് സംസാരിക്കും. ജയിച്ചു കഴിഞ്ഞാൽ ഒരു കരിയില പോലും അവിടെ നിന്ന് എടുത്തു മാറ്റുന്ന പ്രവർത്തനത്തിന് ഈ മുന്നണികളാരും തയ്യാറാവില്ല. അങ്ങനെ സുഗതൻ്റെ നേതൃത്വത്തിൽ സുഗതൻ നേതൃത്വം കൊടുത്തുകൊണ്ട് അവിടുത്തെ എല്ലാ റെസിഡൻസ് അസോസിയേഷനുകൾ, മതസാമുദായിക സംഘടനകൾ, അവിടുത്തെ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ എല്ലാ പരിച്ഛേദങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അവിടെ വട്ടിയൂർക്കാവ് വികസന സമിതി എന്ന് പറയുന്ന ഒരു ആക്ഷൻ കമ്മിറ്റി അവിടെ ഉണ്ടാവുന്നു. ആ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ചെറുപ്പക്കാരനാണ് ഈ വട്ടിയൂർക്കാവിലെ വാഴോട്ടുകോണത്തെ കൗൺസിലറായിട്ടുള്ള ശ്രീ R. സുഗതൻ. അതുമായി ബന്ധപ്പെട്ടിട്ട് അന്നു മുതലേ കെ മുരളീധരനുമായി വട്ടിയൂർക്കാവിൽ സുഗതന് പ്രശ്നങ്ങളുണ്ട്. എന്താണ് പ്രശ്നം? MLA ഈ വികസനവുമായി ബന്ധപ്പെട്ടൊന്നും ചെയ്യില്ല. അപ്പോൾ അവിടെ വന്ന് നിന്ന് പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികം എണീറ്റ് നിന്ന് MLA പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് അന്ന് മുതൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തർക്കിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ MLAയുടെ കണ്ണിലെ കരടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ MLA മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയും പകരം വി കെ പ്രശാന്ത് ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വരികയും വി കെ പ്രശാന്ത് പ്രധാനമായി ഉയർത്തി വെച്ച മുദ്രാവാക്യം വികസനം, അത് വട്ടിയൂർക്കാവിൻ്റെ വികസനം ഞാൻ നടപ്പിലാക്കും എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയാണ് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറുന്നത്. അതിനുശേഷം വട്ടിയൂർക്കാവ് MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വട്ടിയൂർക്കാവ് വികസനവുമായി ബന്ധപ്പെട്ടൊന്നും നടക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നിരന്തരമായ നിരാഹാര സമരങ്ങളടക്കം അവിടെ നടത്തിക്കൊണ്ടാണ് വട്ടിയൂർക്കാവ് വികസന സമിതി ഈ പറയുന്ന MLA-മാരുടെ ഈ നിലപാടിനെതിരായിട്ടുള്ള പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും വി കെ പ്രശാന്ത് MLA ആയി വന്നപ്പോഴും വി കെ പ്രശാന്തിൻ്റെ പ്രധാനപ്പെട്ട തടസ്സം അവിടെ ഈ പറയുന്ന കോൺഗ്രസ് ആയിരുന്നില്ല. BJP-യും BJP-യുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ BJP-യുടെ കൂടി സഹായത്തോടു കൂടി വട്ടിയൂർക്കാവിൻ്റെ വികസനത്തിന് വേണ്ടി പോരാടുന്ന വട്ടിയൂർക്കാവ് വികസന സമിതി ഈ പറയുന്ന MLA-യുടെ കണ്ണിലെ കരടായി. അങ്ങനെ സുഗതനെ പല കേസുകളിലും പ്രതിയാക്കാൻ തുടങ്ങി, ഉള്ളതും ഇല്ലാത്തതുമായ. സുഗതന് മുൻപും കേസുണ്ട്. സ്വന്തമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾ എന്നുള്ള നിലയിൽ നമുക്കൊക്കെ പല വിഷയങ്ങളിൽ നമ്മൾ വീട്ടിൽ കിടന്നാലും ഇപ്പോൾ കേസിൽ പ്രതിയാവും. അതുപോലെ സുഗതൻ പല കേസുകളിൽ പ്രതിയായി. പക്ഷേ സുഗതനെ സംബന്ധിച്ചിടത്തോളം ഈ വട്ടിയൂർക്കാവ് വികസന സമിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സുഗതനെ ഈ MLA-യുടെ കണ്ണിലെ കരടാക്കി മാറ്റുന്നത്. അവിടെ നിന്ന് വട്ടിയൂർക്കാവിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഈ MLA നടത്തുന്ന എല്ലാ പൊള്ളയായ വികസനങ്ങളെയും തുറന്നു കാട്ടാൻ തുടങ്ങി. അത് കൗൺസിലർ ആയതിനു ശേഷമല്ല, അതിനു മുൻപ് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോയിരുന്നു. അവിടെ നിന്നാണ് ഈ വിഷയങ്ങളുടെ തുടക്കം. അവിടെ പല ഘട്ടങ്ങളിൽ ഇദ്ദേഹത്തിന് ഒരാൾ വധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഈ സുഗതനെ നമ്മുടെയൊക്കെ നാട്ടിൽ. ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായിട്ടല്ല, പക്ഷെ അയാൾക്ക് ഒരു ഇടതുപക്ഷ പശ്ചാത്തലം ഉണ്ട്. ഈ വധിക്കാൻ വന്നയാൾക്ക് ഒരു ഇടതുപക്ഷ പശ്ചാത്തലം ഉണ്ട്. പക്ഷെ അത് രാഷ്ട്രീയ സംഘർഷം എന്നുള്ളതിനപ്പുറത്ത് ഈ വട്ടിയൂർക്കാവ് വികസന സമിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില തർക്കങ്ങളുണ്ടല്ലോ, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷെ ഇദ്ദേഹത്തിനെ വധിക്കാൻ വേണ്ടിയിട്ട് വരുന്നു, ഇദ്ദേഹവുമായിട്ട് സംഘർഷത്തിലേർപ്പെടുന്നു, ഇദ്ദേഹത്തിന് വെട്ടുകിട്ടി പരിക്ക് പറ്റി ഇദ്ദേഹം ആശുപത്രിയിൽ പോകുന്നു. എന്നിട്ട് ഇദ്ദേഹം കേസ് കൊടുക്കുന്നു. പിറ്റേന്ന് രാവിലെ ഞങ്ങളെല്ലാം കാണുന്നത് സുഗതനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട്, അതായത് വെട്ടുകിട്ടി ആശുപത്രി കിടക്കുന്നയാൾ ഒന്നാം പ്രതിയായിക്കൊണ്ട് സ്റ്റേഷനിൽ കേസ് വരികയാണ്. ആ ഒരു സാഹചര്യം എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. കാരണം ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് റൊക്കറൻറ്റിനെ ഫേവറബിൾ ആയിട്ടായിരിക്കും പോലീസ് നിൽക്കുന്നതെന്നാണ്. പക്ഷേ ഇത് ഉപദ്രവിച്ച ആൾക്ക് അനുകൂലമായി പോലീസ് നിൽക്കുന്ന ഒരു രാഷ്ട്രീയം നമ്മൾ ആദ്യമായിട്ടാണ് വട്ടിയൂർക്കാവിൽ അന്ന് കാണുന്നത്. അതിനുശേഷം ഇങ്ങോട്ടേക്കുള്ള
ഇന്ന് ഇപ്പോൾ സൂതനെ കേസിൽ പ്രതിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള കേസുകൾ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായി ഞങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയമായ ആരോപണം സത്യമാണ് എന്ന് ഞങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കും. ഞങ്ങൾ വെറുതെ വാക്കുകൾ കൊണ്ട് ഈ അമ്മാനമാടി ഒരു കള്ളം നിങ്ങളുടെ മുൻപിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞു പോവുകയല്ല. ഞാനത് കുറച്ചുകൂടി വസ്തുതാപരമായി ഞാൻ നിങ്ങളോട് ആ വിഷയങ്ങൾ സൂചിപ്പിക്കാൻ എനിക്ക് സാധിക്കും. ഈ മണ്ണ് മാഫിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ വണ്ടി തടഞ്ഞതിനൊരു കേസ് വന്നിട്ടുണ്ട്. ഈ 677/23 എന്ന് പറഞ്ഞ ക്രൈം നമ്പറിൽ ഒരു കേസ് വന്നിട്ടുണ്ട്. എന്താണ് ആ കേസിൻ്റെ ആധാരം? മൂന്നാമൂട് ഷാജിയുമായി ബന്ധപ്പെട്ടുള്ള കേസാണത്. അപ്പോൾ മൂന്നാമൂട് ഷാജി എങ്ങനെയാണ് സൂതനുമായി ശത്രുതയിലേക്ക് എത്തുന്നതെന്നുള്ളത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് മണ്ണ് മാഫിയകളുടെ വണ്ടികൾ അമിത വേഗതയിൽ ആ പ്രദേശത്തോട് ഓടിയപ്പോൾ അതിനെ തടഞ്ഞു നിർത്തിയതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിനെതിരെ കേസ് വന്നു. സ്വാഭാവികമായി ഞാൻ നാളെ പൊതുപ്രവർത്തനം നടത്തുന്ന സ്ഥലത്ത് ഇതുപോലെ ഉണ്ടായാൽ ഞാനും തടഞ്ഞു നിർത്തും. അതിൻ്റെ പേരിൽ എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ തടഞ്ഞു നിർത്തും. അപ്പോൾ അതൊരു പൊതുപ്രവർത്തകൻ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമാണ് അദ്ദേഹം ചെയ്തത്. പക്ഷേ ആ കേസിൽ അദ്ദേഹം ഒന്നാമത്തെ പ്രതിയാണ്. രണ്ടാമത് സൂതനെ വധിക്കാൻ വന്ന കേസുമായി ബന്ധപ്പെട്ടിട്ട് സുഗതനെ ആ കേസിൽ പ്രതിയാക്കിയിട്ടുണ്ട്. അതായത് 253/25 എന്ന് പറയുന്ന കേസിൽ സുഗതനെ പ്രതിയാക്കിയും 252/25 എന്ന് പറയുന്ന കേസ് സുഗതൻ കൊടുത്ത കേസിൽ മറ്റേയാളെ പ്രതിയാക്കിയും. ഇപ്പം എന്നെ വെട്ടിയിട്ട് മറ്റേയാൾ കൗണ്ടർ കേസ് കൊടുത്ത് പ്രതിയാക്കുന്ന ഒരു ശൈലി കേരളത്തിൽ പ്രത്യേകിച്ച് CPM-ന്റെ ഭരണകാലത്ത് നടക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ പ്രതിയാക്കി. ഇനി നിങ്ങൾ നോക്കേണ്ടത് അതിനകത്ത് പ്രധാനമായി വരുന്ന മറ്റൊരു കാര്യം, അദ്ദേഹത്തിനെതിരെ ഇവർ പറഞ്ഞിപ്പോൾ പ്രചരിപ്പിച്ചു നടക്കുന്നത് MLA VK പ്രശാന്തിനെ കൊല്ലാൻ ശ്രമിച്ചയാൾ, അദ്ദേഹത്തെ പരസ്യമായി ആക്രമിക്കാൻ ശ്രമിച്ചയാൾ. ഞാൻ നിങ്ങളുടെ ഈ ചാനലിലൂടെ CPM-ന്റെ മുതിർന്ന എല്ലാ നേതാക്കന്മാരെയും തിരുവനന്തപുരത്തെ വെല്ലുവിളിക്കുക, ബഹുമാന പുരസ്സരം വെല്ലുവിളിക്കുക. അങ്ങനെ പൊതുവേദിയിൽ നിന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുന്നത് പബ്ലിക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമെന്നാണ്. അപ്പോൾ പബ്ലിക് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് സുഗതൻ എന്ന് പറയുന്ന വാഴോട്ട് കോണത്തിൻ്റെ കൗൺസിലർ വട്ടിയൂർക്കാവിൻ്റെ MLA-യെ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി അതിൻ്റെ തെളിവ് ആരുടെ കയ്യിലുണ്ടാവണം? CPM-ന്റെ കയ്യിലും പോലീസിൻ്റെ കയ്യിലുണ്ടാവണം. അത് പുറത്തുവിടണം. അതായത് സുഗതൻ അദ്ദേഹത്തെ ആക്രമിച്ച ഫോട്ടോയോ വീഡിയോയോ എന്തെങ്കിലും കാര്യങ്ങൾ ഈ പറയുന്ന CPM-ന്റെ കയ്യിലുണ്ടെങ്കിൽ അവരത് പുറത്തുവിടണം. അങ്ങനെ ഒരു കാര്യം CPM-ന്റെ കയ്യിലില്ല. ഈ പായിപ്പാടെന്ന് പറയുന്ന സ്ഥലത്തൊരു മഹിളാ മന്ദിരം ഉണ്ടായിരുന്നു. ആ മഹിളാ മന്ദിരം ഈ പറയുന്ന MLA റിനോവേറ്റ് ചെയ്തു. നമ്മളതിനൊന്നും എതിർക്കുന്നില്ല, റിനോവേറ്റ് ചെയ്തു. അദ്ദേഹം റിനോവേറ്റ് ചെയ്തില്ലെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. പക്ഷേ ഞാൻ അദ്ദേഹം റിനോവേറ്റ് ചെയ്തു എന്ന് തന്നെയാണ് പറയുന്നത്. റിനോവേറ്റ് ചെയ്തു. ഈ റിനോവേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കോർപ്പറേഷൻ്റെ അധീനതയിലുള്ള ഒരു സ്ഥലത്ത് നമ്മളൊരു പദ്ധതി ചെയ്തു. സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ചെയ്യുന്നത് എന്താ? ആ ചെയ്ത പദ്ധതി അവിടുത്തെ വാർഡ് കൗൺസിലറും മേയറെ വിളിക്കേണ്ടതാണെങ്കിൽ മേയറും വിളിച്ചുകൊണ്ട് വളരെ മാന്യമായി ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്ക് സമർപ്പിക്കും. പക്ഷേ ഈ പായിപ്പാടിൻ്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മഹിളാ മന്ദിരത്തിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. ഇലക്ഷന് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരു 3-4 മാസം മാത്രം ഇലക്ഷൻ ഉള്ളപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം പെട്ടെന്നൊരു ദിവസം രാവിലെ ജനങ്ങൾ നോക്കുമ്പോൾ ഒരു ഫ്ലെക്സ് വരുന്നു. അവിടെ വികസന നായകൻ എന്ന പേരിൽ ആരുണ്ട്? PR സ്റ്റണ്ട് മാസ്റ്റർ ശ്രീ VK പ്രശാന്ത് ജിയുണ്ട്. അതിനോടൊപ്പം പിണറായി വിജയൻ്റെ പടമുണ്ട്. അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ മുഖമുണ്ട്. അതുപോലെ തന്നെ ആ നാട്ടിലെ CPM-ന്റെ മൂന്നാമൂട് ഷാജി അടക്കമുള്ള CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാരുടെ മുഖം വെച്ചുകൊണ്ട് ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം എന്ന് പറഞ്ഞൊരു ഫ്ലക്സ് വെക്കുന്നു. അവിടുത്തെ കൗൺസിലർ അറിഞ്ഞിട്ടില്ല, AE അറിഞ്ഞിട്ടില്ല, കോർപ്പറേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻസും ഇല്ല. അങ്ങനെ സ്വാഭാവികമായി സുഗതൻ ഈ വിഷയം, അപ്പോൾ സുഗതൻ പറഞ്ഞു അവിടുത്തെ പണി കഴിഞ്ഞിട്ടില്ല, പണി കഴിയാതെ ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിക്കില്ല. ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ തൻ്റെ വാർഡിൽ ഒരു പൊതു സംരംഭം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ അത് പൂർത്തിയാവാതെയാണ് ഉദ്ഘാടനം ചെയ്യുന്നതെങ്കിൽ അതിനെതിരായി അല്ലെങ്കിൽ അതിനെ ആ നിലപാടിനെ വിമർശിക്കാനുള്ള അവകാശവും അതിനെ തടസ്സപ്പെടുത്താനുള്ള അവകാശവും സ്വാഭാവികമായിട്ടും ജനപ്രതിനിധിക്ക് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി VK പ്രശാന്ത് എന്ന് പറയുന്ന MLA ആയിട്ടുള്ള ഈ CPM-ന്റെ നേതാവുണ്ടല്ലോ, അദ്ദേഹം മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസയ്ക്കോ പാർട്ടിയുടെ ലവി പിരിച്ച പൈസയ്ക്കോ അല്ല ഈ പറയുന്ന പൊതുമന്ദിരം അല്ലെങ്കിൽ മഹിളാ മന്ദിരം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ മഹിളാ മന്ദിരം ഉണ്ടാക്കിയിട്ടുള്ളത് സർക്കാരിൻ്റെ നികുതി പണത്തിൽ നിന്നാണ് ഈ പറയുന്ന വനിതാ മന്ദിരം ഉണ്ടാക്കിയത്. അപ്പോൾ സ്വാഭാവികമായി CPM-ന്റെ ഒരു പാർട്ടി ടൈപ്പിൽ ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കില്ല. അവിടുത്തെ കൗൺസിലർ ജനപ്രതിനിധിയാണ്. അയാൾ ഓട് പൊളിച്ച് രാവിലെ ഇറങ്ങി വന്ന ആളൊന്നുമല്ല. കൗൺസിലർ ജനപ്രതിനിധിയാണ്. അയാളെ വിളിച്ചില്ല. അപ്പോൾ നമ്മൾ അവിടുത്തെ പാർട്ടി പ്രവർത്തകരും ഈ പറയുന്ന കൗൺസിലറും തീരുമാനിച്ചു പണി തീരാത്ത മഹിളാ മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ അനുവദിക്കേണ്ടതില്ല. അങ്ങനെ AE-യെ കൊണ്ട് ആ മന്ദിരം പൂട്ടി താക്കോലുമായി AE പോകുന്നു.
വി.കെ. പ്രശാന്തും പരിവാരങ്ങളും ഇത് ഉദ്ഘാടന മാമാങ്കത്തിന് വേണ്ടി വരുന്നു. സ്വാഭാവികമായിട്ട് ബി.ജെ.പിയുടെ പ്രതിഷേധം അവിടെ നടക്കുന്നു. വി.കെ. പ്രശാന്തിൻ്റെ കൂടെ വന്നയാൾ ആ പൂട്ട് തല്ലി പൊളിക്കാൻ ശ്രമിക്കുന്നു. ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞു ആ പൂട്ട് തല്ലി പൊളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതാണ് വി.കെ. പ്രശാന്തിനെ ആക്രമിച്ചു എന്നുള്ള നിലയിൽ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അവിടെ ഒരു സംഘർഷം നടന്നില്ല. അന്ന് അവിടെ കണ്ടോൺമെൻറ്റ് AC-യുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. ഇവർ വന്ന സമയത്ത് തന്നെ കൃത്യമായി പറഞ്ഞു ഇവിടെ ഉദ്ഘാടനം നടത്താൻ അനുവദിക്കില്ല. കാരണം പണി പൂർത്തിയായിട്ടില്ല എന്നുള്ളതൊന്ന്. രണ്ട്, അറിയിക്കേണ്ട ഘടകങ്ങളിലൊന്നും അറിയിക്കാതെ ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഇത് രണ്ട് വിഷയമുള്ളത് കൊണ്ട് ഇത് നടക്കില്ല എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നു. വി.കെ. പ്രശാന്ത് സംഘവും കുറച്ച് നേരം അവിടെ നിന്നൊരു ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് തിരിച്ചു പോകുന്നു. പിറ്റേന്ന് രാവിലെ ഒരു FIR ഉണ്ടാവുന്നു. ആ FIR-ൽ ഈ പറയുന്ന ആർ. സുഗതൻ പ്രതിയാവുന്നു. എന്ത് തരത്തിലുള്ള ഒരു പോലീസിംഗ് ആണ് തിരുവനന്തപുരത്ത് നടക്കുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. ഇനി അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഇലക്ഷൻ ട്രാൻസ്ഫറിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ കഥാനായകൻ എൻട്രി ചെയ്യുന്നത്. അതായത് ഈ വട്ടിയൂർക്കാവിലെ SHO ആയിട്ടുള്ള വിപിൻ വരുന്നത്. താങ്കൾ തിരുവനന്തപുരത്ത് പൊതുരംഗത്ത് നിൽക്കുന്നയാളാണ്, മാധ്യമരംഗത്ത് നിൽക്കുന്നയാളാണ്. സത്യസന്ധമായി പറഞ്ഞാൽ മതി, ഒരു വർഷത്തിനിടയിൽ അല്ലെങ്കിൽ പോട്ടെ 3 വർഷത്തിനിടയിൽ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷമോ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. വളരെ സമാധാന അന്തരീക്ഷത്തിലാണ് തിരുവനന്തപുരം സ്വതവേ പോകുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഈ SHO വരുന്നു. ഈ SHO വന്ന് ദിവസങ്ങൾക്കുള്ളിൽ സംഘർഷങ്ങൾ തുടങ്ങിയാണ്. ദിവസങ്ങൾക്കുള്ളിൽ, അതായത് ആദ്യം വന്ന ഉടനെ വട്ടിയൂർക്കാവ് ജംഗ്ഷനിലിരിക്കുന്ന അവിടുത്തെ കൗൺസിലർ നന്ദഭാർഗവിന് അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ഒരു പണി പൂർത്തിയാക്കിയതിന് വച്ച അഭിനന്ദന ബോർഡിനെ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ ഇഷ്യൂ തുടങ്ങുന്നത്. അപ്പോൾ അവിടുത്തെ BJP-യുടെയും റെസിഡൻസ് അസോസിയേഷൻ്റെ ആൾക്കാർ പറഞ്ഞു ഇത് റെസിഡൻസ് അസോസിയേഷൻ്റെ ഫ്ലെക്സ് ആണ്, അതുമല്ല അതിനകത്ത് കൗൺസിലറുടെ പടമാണ് വെച്ചിരിക്കുന്നത്, മത്സരിക്കുന്ന ആളുടെ പടവും ഇല്ല. അപ്പം നിങ്ങൾ ഇതെങ്ങനെ എടുത്തു മാറ്റാം? BJP-കാരൻ എടുത്തു മാറ്റാൻ പറഞ്ഞാൽ എടുത്തു മാറ്റിയാൽ മതി എന്നാണ് ഞങ്ങളോട് പറയുന്നത്. അപ്പോൾ തൊട്ടപ്പുറത്ത് ഈ വി.കെ. പ്രശാന്തിൻ്റെ പടമുള്ള ഒരു ബോർഡ് ഇരിക്കുന്നു. അപ്പോൾ സാർ അതാ എടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അതവിടെ ഇരിക്കട്ടെ, അതിനെന്താ കുഴപ്പം, അതവിടെ ഇരിക്കട്ടെ, നിൻ്റെ അടുത്ത് പറഞ്ഞ പണി നീ ചെയ്താൽ മതി എന്ന് പറയുന്നു. ഇതെടുത്ത് മാറ്റിക്കുന്നു. അവിടെ നിന്ന് സജി ചെറിയാൻ വീട്ടിൽ ചോറും പയറുകറിയും കൊടുത്ത് വളർത്തിയിട്ടുള്ള ഈ ഒരു മനുഷ്യനുണ്ടല്ലോ, അയാൾ വാലാട്ടി കാണിക്കാൻ തുടങ്ങുകയാണ് LDF-നോട്. ആ വാലാട്ടലിൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് വട്ടിയൂർക്കാവിൻ്റെ ക്രമസമാധാന അന്തരീക്ഷം തകർന്നുകൊണ്ടിരിക്കാൻ തുടങ്ങുകയാണ്. MLA ആയിട്ടുള്ള വി.കെ. പ്രശാന്തിന് അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കണം. കാരണം അവിടെ ഏറ്റവും കൂടുതൽ കൗൺസിലർ സീറ്റിൽ ജയിച്ചു വന്നത് BJP-ആണ്. അപ്പോൾ BJP-കാരുടെ പ്രവർത്തകരുടെ നേർക്ക് കുതിര കയറി അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കി ഞങ്ങളുടെ കുറേ പ്രവർത്തകരെ ജയിലിലും ഒളിവിലും ഒക്കെ ആക്കി നിർത്തിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് വട്ടിയൂർക്കാവിനെ ഇദ്ദേഹത്തിന് പരിമപ്പെടുത്താം. പക്ഷേ ഈ ബുദ്ധിക്ക് ഞങ്ങൾ ആരും കൂട്ടു നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ആരുടെയും പ്രവർത്തകർ അത്തരത്തിൽ ഒരു ആത്മസംയമനം പാലിച്ചുകൊണ്ട് എല്ലാത്തിനെയും നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു ദിവസം രാവിലെ വൈകുന്നേരത്ത് സുഗതനൊരു കോൾ വരുന്നു. അവിടുത്തെ ഒരു വള്ളക്കടവിലെ ഒരു ക്ഷേത്ര മുടിപ്പുരയിൽ നടക്കുന്ന ദിക്കുബലിയുമായി ബന്ധപ്പെട്ട് 14-15 വയസ്സുള്ള കുട്ടികൾ നടത്തിയിട്ടുള്ള ഒരു ഭക്തിഗാനമേള, ഇവിടെ ക്ഷേത്ര കോമ്പൗണ്ടിൽ നടത്തുന്നൊരു ഭക്തിഗാനമേള. അവിടെ ടാർസൻ എന്നു പേരുള്ള ആളെന്നാണ് എൻ്റെ ഓർമ്മ, സബ്ജക്ട് ടു കറക്ഷൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു CPM-ൻ്റെ ഒരു 3-4 ഗുണ്ടകൾ അവിടെ വരുന്നു. എന്നിട്ട് ഈ മദ്യപിച്ചുകൊണ്ട് ഈ കുട്ടികൾ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പരിപാടി സ്ഥലത്ത് കയറിയിട്ട് പറയുകയാണ് ഇവിടെ ഭക്തിഗാനം പാടാൻ പാടില്ല. എവിടെ ഭക്തിഗാനം പാടാൻ പാടില്ല? ക്ഷേത്രത്തിൽ ഭക്തിഗാനം പാടാൻ പാടില്ല. CPM-കാരനാണ് തിട്ടൂരം കൊടുക്കുന്നത്. CPM-ൻ്റെ ഏറാൻമൂളിയായിട്ടുള്ള ഗുണ്ടയാണ് ഇയാൾ തിട്ടൂരം കൊടുക്കുകയാണ് അവിടെ ഭക്തിഗാനം പാടാൻ വേണ്ടി പാടില്ല. പകരം ഇവർക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുന്ന DJ ടൈപ്പ് പാട്ട് പാടി കൊടുക്കണം. ഈ 14-15 വയസ്സുള്ള കുട്ടികൾ പാടി കൊടുക്കണം. അപ്പോൾ അവിടെ മുതിർന്ന ഒരു ക്ഷേത്ര കമ്മിറ്റിയുടെ ഒരാൾ കയറിയിട്ട് പറഞ്ഞു അതൊന്നും ഇവിടെ നടപ്പില്ല, ഇറങ്ങണം എന്ന് പറയുന്നു. ഈ മദ്യപിച്ച് നിൽക്കുന്ന ഈ ഗുണ്ടകൾ ഈ പറയുന്ന ക്ഷേത്രത്തിൻ്റെ ഉപദേശ സമിതിയോ അങ്ങനെ എന്തോ സംവിധാനം, ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്മിറ്റിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ, ഒരു ഇച്ചിരി പ്രായമുള്ളൊരു മനുഷ്യനെ പിടിച്ച് തള്ളിയിടുന്നു. അദ്ദേഹം ഇറങ്ങിയിട്ട് അവിടുത്തെ വാർഡ് കൗൺസിലറെ വിളിക്കുന്നു. വാർഡ് കൗൺസിലർ അപ്പം തന്നെ ഭയങ്കര ശുഷ്കാന്തിയും ഈ പറയുന്ന ക്രമസമാധാന പാലനത്തിന് മുട്ടി നിൽക്കുന്ന നമ്മുടെ CI വിപിൻ്റെ സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇൻറ്റിമേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഇഷ്യൂ ഉണ്ട്, അവിടേക്ക് പോലീസ് പാർട്ടിയെ വിടണം. ഒരു 20-25 മിനിറ്റ് കഴിയുമ്പോഴും പോലീസ് പോകാത്തത് കൊണ്ട് ഈ പറയുന്ന വയസ്സായ മനുഷ്യൻ വീണ്ടും കൗൺസിലറെ വിളിച്ചിട്ട് പറയുകയാണ് ഇങ്ങനെ പ്രശ്നമാണെന്ന്, കൗൺസിലർ വന്നേ പറ്റുള്ളൂ, ഇത് പോലീസ് ഇവിടെ വന്നില്ല, ആരും വന്നില്ല, അവരിവിടെ ഭയങ്കര വിഷയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ട് ജനപ്രതിനിധി ചെയ്യേണ്ടത് എന്താണ്? അവിടെ പോകണം. ഇദ്ദേഹം അവിടെ പോയി. ഇദ്ദേഹം അവിടെ പോയപ്പോഴത്തേക്ക് അവിടെ സംഘർഷമൊക്കെ കഴിഞ്ഞു. ഇദ്ദേഹം ചെന്നിട്ടല്ല സംഘർഷം തുടങ്ങുന്നത്, സംഘർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹം അവിടെ എത്തുന്നത്. ഇദ്ദേഹം എത്തുമ്പോൾ ഈ സാറും അങ്ങ് എത്തി. ചെങ്ങന്നൂരിലെ ബെൽറ്റിട്ട് വളർത്തിയ അദ്ദേഹവും അവിടെ എത്തി. അദ്ദേഹം അവിടെ വന്നു. ഇവർ രണ്ടുപേരും കൂടി നിന്നിട്ടാണ് ഈ പ്രശ്നം പരിഹരിച്ച് പല വഴിക്കായിട്ട് എല്ലാവരെയും പറഞ്ഞു വിടുന്നത്. പിറ്റേന്ന് രാവിലെ ഇതേ പ്രശ്നം പരിഹരിക്കാൻ കൂടെ നിന്ന CI തന്നെ കൗൺസിലറുടെ പേര് 1-ാം പ്രതിയാക്കിക്കൊണ്ട് ഈ പറയുന്ന കൊലപാതക ശ്രമത്തിന് കേസെടുക്കുന്നു, നരഹത്യക്ക് കേസെടുക്കുന്നു.
കേരളത്തിലെ പിണറായി വിജയൻ പോലീസ്, അന്നത്തെ പിണറായി വിജയൻ്റെ പോലീസിങ്ങിൻ്റെ ഗംഭീരതയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുപോലെ ഇവരിപ്പോൾ പറയുന്നില്ല ഞങ്ങൾ ഒരു തരത്തിലുള്ള ഇടപെടലും നടത്തിയിട്ടില്ല. അന്ന് വി കെ പ്രശാന്താണ് ആദ്യമായി സുഗതനെ അറസ്റ്റ് ചെയ്യണം എന്ന സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. സുഗതനാണ് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണക്കാരനെന്ന് ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നത് വി കെ പ്രശാന്ത്. വി കെ പ്രശാന്ത് ആരാ? പോലീസ് അന്വേഷിച്ച് കെടുക്കേണ്ട ഒരു കേസിൽ വി കെ പ്രശാന്ത് ആരാണ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ? ഇയാളാണ് ഗുണ്ട, ഇയാളാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയാൻ വി കെ പ്രശാന്ത്. വി കെ പ്രശാന്തിനെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ കേരളത്തിനകത്ത് ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാർ? അല്ല, വി കെ പ്രശാന്ത് ഇനി സൂപ്പർ DGP ആണോ? അത് വി കെ പ്രശാന്ത് ആണോ വട്ടിയൂർക്കാവിലെ SHO? അപ്പം വി കെ പ്രശാന്ത് തീരുമാനിച്ചൊരു തിരക്കഥയ്ക്കനുസരിച്ച് ഈ പറയുന്ന ചെങ്ങന്നൂരിലെ മന്ത്രി പുങ്കവൻ്റെ വീട്ടിലെ വളർത്തുപട്ടിയായി വാലാട്ടി നിന്നിരുന്നൊരു മനുഷ്യൻ ഇവിടെ വന്നിട്ട് BJP-കാരെയൊക്കെ പ്രതിയാക്കി കളയാം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിനെ പ്രതിയാക്കുന്നു. ആ കേസ് നിൽക്കുന്നു. ഓക്കെ, അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിനെതിരെ ഹൈക്കോടതിയിൽ ഇദ്ദേഹം ജാമ്യാപേക്ഷയ്ക്ക് മൂവ് ചെയ്യുന്നു. പോലീസ് ആക്ഷൻ അപ്പോഴത്തെ ജാമ്യാപേക്ഷ മൂവ് ചെയ്തുകൊണ്ട് പോലീസ് ആക്ഷൻ ജനപ്രതിനിധി കൂടി ആയതുകൊണ്ടായിരിക്കണം. പിന്നെ അതിനിടയ്ക്കാണ് ഇദ്ദേഹം മലമുകളിലൊരു ഇഷ്യൂയൊക്കെ ഉണ്ടാക്കി ഇദ്ദേഹത്തിനെ അവധിയിലേക്ക് മാറ്റി നിർത്തുന്നത്. ഈ വിപിൻ്റെ നേതൃത്വത്തിൽ മലമുകളിൽ വിഷയം ഉണ്ടാക്കി അതിനുശേഷം എടപ്പഴിഞ്ഞിൽ ക്ഷേത്രത്തിലൊക്കെ കയറി ക്ഷേത്രം അടിച്ചു പൊട്ടിച്ചതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വിപിനെ കുറച്ച് ദിവസത്തേക്ക് സിറ്റി പോലീസ് കമ്മീഷണർ അവധിയിൽ പ്രവേശിക്കാൻ പറയുന്നു. വിപിൻ അവധിയിലേക്ക് പോകുന്നു. ആ സമയത്ത് വട്ടിയൂർക്കാവിൽ യാതൊരു പ്രശ്നവുമില്ല. വട്ടിയൂർക്കാവ് ശാന്തസുന്ദരമാണ്, ഒരു വിഷയവുമില്ല. പെട്ടെന്ന് തന്നെ ഒരു മുൻ MLA ഇലക്ഷൻ തോറ്റ് കഴിഞ്ഞ ഉടനെ മുൻ MLA മുണ്ടും മടക്കി കുത്തി ഇറങ്ങി. എന്തിന്? അവിടെ വീണ്ടും കലാപം ഉണ്ടാകണം. വട്ടിയൂർക്കാവ് അങ്ങനെ ശാന്തമായിട്ടിരുന്നാൽ പറ്റില്ലല്ലോ, ഞാൻ തോറ്റില്ലേ, അപ്പോൾ ഇനിയിപ്പോൾ വട്ടിയൂർക്കാവിന് അശാന്തിത ഉണ്ടാകണം. നേരെ പോയി കമ്മീഷണറെ പോയി കണ്ട് കമ്മീഷണറെ കൊണ്ട് ഇപ്പോൾ CPM ഞങ്ങൾ മനസ്സിലാക്കുന്നത് VD സതീശനാണ് കേരളം ഭരിക്കുന്നതെന്നാണ്. പക്ഷെ ഒരു മുൻ MLA മുണ്ടും മടക്കി കുത്തി സ്റ്റേഷനിൽ കമ്മീഷണർ ഓഫീസിൽ പോകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഈ ഇത്ര വലിയ ഗുരുതരമായിട്ടുള്ള നിയമലംഘനം നടത്തിയിട്ടുള്ള ഒരു SHOയെ തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്ത് കൊടുക്കണം അതേ സ്റ്റേഷനിൽ? അയാളെ എന്തിനാണ് മാറ്റിയത്? അയാൾ അവിടെ ക്രിമിനൽ ഒഫൻസ് നടത്തിയിട്ടുണ്ട്, അവിടുത്തെ ക്രമസമാധാന പാലനത്തിൽ അയാൾ വീഴ്ച വരുത്തിയിട്ടുണ്ട്, അയാൾ ഉള്ളത് കൊണ്ടാണ് അവിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾക്ക് അവധിയിൽ പോകാൻ പറഞ്ഞത്. അതേ സ്റ്റേഷനിൽ തിരിച്ച് ഇൻറ്റിമേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? രമേശ് ചെന്നിത്തലയാണോ ആഭ്യന്തര വകുപ്പ് ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നതെന്നുള്ള ഡൗട്ട് സ്വാഭാവികമായി കേരളത്തിലെ പൊതുസമൂഹത്തിനകത്ത് ഉണ്ടാവും. അങ്ങനെ അദ്ദേഹത്തിനെ റീഇൻസ്റ്റേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഈ റീഇൻസ്റ്റേറ്റ് ചെയ്തതിന് ശേഷം ഇദ്ദേഹം കാപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റ് നടത്തുന്നു. ഈ സുഗതനെ കാപ്പ കേസ് പ്രതിയാക്കാൻ വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റ് നടത്തുന്നു. സാധാരണഗതിയിൽ കാപ്പ കേസ് പ്രതിയാവുന്ന ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗം വിവരിക്കാനുള്ള അവസരം കിട്ടും സ്വാഭാവികമായി. ഇയാൾ അതിനിടയ്ക്ക് ചിക്കൻ പോക്സ് ഒക്കെ പിടിപെട്ട് വീട്ടിലായത് കാരണം ഇയാൾക്ക് ഈ അവസരം കൊടുത്തില്ല. കാപ്പ കേസ് പ്രതികൾക്ക് കിട്ടുന്നൊരു സ്വാഭാവികമായൊരു അവസരമാണ്, നിയമപരമായ അവസരമാണ് തൻ്റെ ഭാഗം വിവരിക്കാനും തൻ്റെ ഭാഗം പോലീസ് പറയുന്നതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് വിവരിക്കാനുള്ള അവസരം. ആ അവസരം സുഗതനെ നിഷേധിച്ചുകൊണ്ടാണ് SHOയുടെ നേതൃത്വത്തിൽ കളക്ടറെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കാപ്പ കേസിൽ അയാളെ പ്രതിയാക്കുന്നു. ഈ പ്രതിയാക്കിയതിന് ശേഷം വീട്ടിലേക്ക് പോകുന്നു. ഞാൻ ശരി ഇനി പ്രതിയാക്കിയത് വരെയുള്ള വിഷയവും ഞങ്ങൾ വിടുകയാണ്. വീട്ടിലേക്ക് പോകുന്നു, ഒരു ജനപ്രതിനിധിയുടെ വീട്ടിലേക്ക് പോകുന്നു. ഒരു പോലീസ് സ്റ്റേഷനിലെ SHO നമ്മളൊരു 25-50 പേരെയും കൊണ്ടാണ് ഒരു ജനപ്രതിനിധി അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കാപ്പ കേസ് പ്രതിയാണെന്നൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരു ജനപ്രതിനിധി അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് 25-50 പേരെയും കൊണ്ടാണ് പോകേണ്ടത്. 25-50 മെന്നിനെയും കൊണ്ട് വലിയ വണ്ടിയും കൊണ്ടുവന്ന് നിർത്തി വലിയൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് പോകേണ്ടത്. അതിൻ്റെ ആവശ്യമില്ല. ഇനി അദ്ദേഹം പോയി എന്ന് തന്നെ വിചാരിച്ചു. ഇനിയിപ്പോൾ അവിടെ വലിയ സംഘർഷം നടന്നാലോ എന്ന് വിചാരിച്ചു അദ്ദേഹം കൊണ്ടുപോയി. ഓക്കെ, നേരെ ചെന്ന് കയറിയിട്ട് അവിടെ ഇരിക്കുന്ന ജനപ്രതിനിധിയോട് നിങ്ങൾ വരണം, കാപ്പ കേസ് പ്രതിയാണ്, നിങ്ങൾ കാപ്പ ചുമത്തിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണം എന്നല്ലേ പറയേണ്ടത്? ചെന്നുടനെ ആദ്യം സുഗതനെ ചീത്തയാണ് വിളിക്കുന്നത്. SHO വിപിൻ സുഗതൻ്റെ മകനെ ആദ്യം ചീത്ത വിളിക്കുന്നു, സുഗതൻ്റെ ഭാര്യയെ ചീത്ത വിളിക്കുന്നു, സുഗതൻ്റെ ഭാര്യയെ ചവിട്ടുന്നു, സുഗതൻ്റെ മകന് നേരെ തോക്ക് ചൂണ്ടുന്നു, ആകാശത്തേക്ക് വെടിവെക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കേരളത്തിലെ ഈ വിപിൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആരാ? ഇവിടെ തൊട്ടടുത്ത് VD സതീശൻ ഇരിക്കുന്ന സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ടടുത്ത് വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്ത് ഒരു ED സംഘം എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അന്വേഷണ ഏജൻസിയെ തലങ്ങും വിലങ്ങും പട്ടിയെ തല്ലും പോലെ നാട്ടിലെ മുഴുവൻ CPMൻ്റെ തെരുവ് ഗുണ്ടകളും വന്നു നിന്ന് തല്ലിക്കൊല്ലാറാക്കിയപ്പോൾ പോലും പോലീസിൻ്റെ തോക്കിൽ നിന്ന് ഒരു വെടിയുണ്ടയോ പോലീസിൻ്റെ കയ്യിലിരുന്ന ലാത്തി ഒന്ന് ചലിക്കുകയോ ചെയ്തില്ല. പക്ഷേ സുഗതൻ എന്ന് പറയുന്ന ജനപ്രതിനിധിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു 14ഉം 8ഉം വയസ്സുള്ള 2 മക്കളെയും ഒരു ലേഡി ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വൈഫിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരനും സഹോദരൻ്റെ ഭാര്യയും തൊട്ടപ്പുറത്ത് അയൽക്കാരനും ഇത്രയും പേര് അവരുടെ ഓഫീസിലെ ഒരു സ്റ്റാഫും ഇത്രയും പേര് അതായത് 7-8 പേരെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ട് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വരുന്നു. താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ കഥ? താങ്കൾക്ക് വിശ്വസിക്കാൻ സാധിക്കും? എന്നെ വിട്ടേക്കൂ, ഞാൻ BJP-കാരനാണ്, ഞാൻ വിശ്വസിക്കില്ല എന്ന് വിചാരിച്ചു. ആഭ്യന്തരമന്ത്രിയുടെ അഭിനന്ദനം കിട്ടിയതാണ്. അല്ല, ആഭ്യന്തരമന്ത്രി അതെ, ഞാൻ അതാ പറഞ്ഞത്, അദ്ദേഹമാണോ ഇപ്പോഴും പോലീസിനെ നിയന്ത്രിക്കുന്നത്? എനിക്ക് ഡൗട്ടുണ്ട്.
ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് CPM ആണ് ഇപ്പോഴും പോലീസിനെ നിയന്ത്രിക്കുന്നത്. കാരണം CPMൻ്റെ അക്രമികൾ അഴിഞ്ഞാടുമ്പോൾ യാതൊരു തരത്തിലുള്ള ഒരു പ്രതികരണവും ഉണ്ടാവും. ഒരു ലാത്തി ചാർജ് കടന്നു, ED ഉദ്യോഗസ്ഥന്മാരെ തലങ്ങും വിലങ്ങും അടിച്ചു, വണ്ടി മുഴുവൻ തല്ലി പൊളിച്ചു. അവിടെ ആവശ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. CPMൻ്റെ ഏറ്റവും വലിയ ഇംഗിതക്കാരനായിട്ടുള്ള മ്യൂസിയത്ത് കൊണ്ടുവന്ന് ഇപ്പോൾ CA ആക്കിയിട്ടുള്ള അവരുടെ പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന നേതാവ് നോക്കി നിൽക്കുകയാണ് ഈ അഴിഞ്ഞാട്ടം മുഴുവൻ നടന്നത്. ലാത്തി ചാർജ് ചെയ്തോന്നാണ്, ഞാൻ വെടിവെക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ലാത്തി ചാർജ് ചെയ്തില്ല. പക്ഷെ ഒരു 10 പേരിന് താഴെ നിൽക്കുന്ന ഒരു ചെറിയ ക്രൗഡിന്, അതിൽ 2 പേർ സ്ത്രീകൾ, 2 പേർ കുട്ടികൾ, 4 പേർ, പിന്നെ ആകെയുള്ള 4 പുരുഷന്മാർ. ഈ 4 പുരുഷന്മാരെ 50 മെന്നിന് നേരിടാൻ പറ്റാത്തത് കൊണ്ട് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ താങ്കൾ വിശ്വസിക്കുമോ? ഞാൻ വിശ്വസിക്കുന്ന വിട്ടേക്ക്, ഞാൻ BJP-കാരനോട് വിശ്വസിക്കില്ല എന്ന് ഞാൻ വിചാരിക്കാം. താങ്കൾ വിശ്വസിക്കുമോ? നിഷ്പക്ഷമായി ജനങ്ങൾ ഇത് കേൾക്കുന്ന ജനങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് ഒരു അന്തരീക്ഷം ഉണ്ടാക്കി, സുഗതനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു, സുഗതൻ കാപ്പ കേസ് പ്രതിയാണ്, സുഗതൻ ഒരു വലിയ ഗുണ്ടയാണ് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനകത്ത് BJP അപമതിപ്പോടുകൂടി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു നറേറ്റീവ് ഉണ്ടാക്കണം. ആ നറേറ്റീവ് ഉണ്ടാക്കി ഇട്ട് കൊടുക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ആ നറേറ്റീവ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നത് 45 വർഷമായി കേരളത്തിലെ തലസ്ഥാന നഗരസഭയെ കറവ പശുവാക്കി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംവിധാനത്തെ കേരളത്തിലെ തിരുവനന്തപുരത്തെ ജനങ്ങൾ പുറംകാലിന് ചവിട്ടി ദൂരെ എറിഞ്ഞപ്പോൾ അതിൽ നിന്നുണ്ടായൊരു കൊതിക്കറിവ് 1. 2, ഞങ്ങൾ കഴിഞ്ഞ 45 വർഷമായി നടത്തിയിട്ടുള്ള അഴിമതികൾ ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങിയാൽ ഇനി ഉള്ള കാലത്ത് ജില്ലാ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ഒക്കെ കൂടേണ്ടി വന്നാൽ അതെല്ലാം സെൻട്രൽ ജയിലിനകത്ത് കൂടേണ്ടി വരുമെന്നും അതിന് തുടർന്ന് ഇനി ഈ പാർട്ടി തിരുവനന്തപുരത്ത് പച്ച പിടിക്കില്ല, ക്ലച്ച് പിടിക്കില്ല എന്നുള്ള അവരുടെ കൃത്യമായ ബോധ്യത്തിൽ നിന്ന് ഈ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കണം, ഈ ഭരണസമിതിയുടെ ലക്ഷ്യങ്ങളെ താളം തെറ്റിക്കണം, ഈ ഭരണസമിതിയെ ആകെ അലങ്കോലപ്പെടുത്തണം എന്നുള്ള ആശയത്തിൻ്റെ പുറത്തു നിന്ന് CPM നടത്തിയിട്ടുള്ള ഒരു തിരക്കഥയുടെ ഭാഗമാണിത്. പക്ഷെ ഒരു കാര്യം കൃത്യമാണ്, തിരുവനന്തപുരത്തെ ജനങ്ങൾ ഇതിനെ കൃത്യമായി അനലൈസ് ചെയ്തു. ഞാൻ അവിടെയാണ് തിരുവനന്തപുരത്തെ ജനങ്ങളെ അഭിനന്ദിക്കുന്നത്. കാരണം CPM പല നറേറ്റീവും ഇതിൻ്റെ പുറത്ത് കൊണ്ടുവന്നിട്ടും CPM പല ചർച്ചകൾ ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടും ജനങ്ങൾ കൃത്യമായി CPMനോട് പറഞ്ഞത്, നിങ്ങൾ EDയെ കൈകാര്യം ചെയ്തതുപോലെ BJP പ്രവർത്തകർ കൈകാര്യം ചെയ്തോ? ഇല്ല. അവർ നോക്കി നിൽക്കെ എന്തിനു വേണ്ടിയിട്ട് ആകാശത്തേക്ക് വെടിവെച്ചു, എന്തിനു വേണ്ടിയിട്ട് 14 വയസ്സുള്ള സുഗതൻ്റെ മകന് നേരെ നിങ്ങൾ തോക്കു ചൂണ്ടി, 10 പേരെ നിയന്ത്രിക്കാൻ 50 പോലീസ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് സാധിച്ചില്ല? അപ്പോൾ ബേക്കറി ജംഗ്ഷനിലെ CPMൻ്റെ തെമ്മാടിക്കൂട്ടം അഴിഞ്ഞാടുമ്പോൾ നിങ്ങൾക്കൊരു ന്യായമുണ്ട്. ഇപ്പുറത്ത് ഒരു ജനപ്രതിനിധിയെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് വെടിവെക്കാനുള്ള തൻ്റെ ഇടവും ഉണ്ടെങ്കിൽ കൃത്യമായി കേരളത്തിലെ പോലീസിന് ഒരു അജണ്ട ഉണ്ടായിരുന്നു. അത് തിരുവനന്തപുരം നഗരസഭയിലെ നല്ല പ്രവർത്തനങ്ങൾ, ജനകീയ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുന്ന രീതിയിൽ ഒരു മറയുണ്ടാക്കി ഒരു അരക്ഷിതാവസ്ഥയുണ്ടാക്കുക എന്നുള്ള അവരുടെ ഉദ്ദേശം, ആ ഉദ്ദേശം നടപ്പില്ലാതെ പോയി. തിരുവനന്തപുരം കോർപ്പറേഷൻ BJPയെ അനുഗ്രഹിച്ച് ജനങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഞങ്ങൾ കൃത്യമായി പറയാം, അത് 5 വർഷക്കാലവും അവർ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മാൻഡേറ്റിനെ, അവർ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹത്തെ, അവർ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള പിന്തുണയെ ഹൃദയത്തോട് ചേർത്തു നിർത്തി അവരെ ഈ 5 വർഷം കഴിയുമ്പോൾ 45 വർഷമായി അവർക്ക് ലഭിക്കാതിരുന്ന സ്വാതന്ത്ര്യം, അത് എല്ലാ മേഖലയിലും, അത് നഗരത്തിൻ്റെ ആസൂത്രണ മേഖലയിലായാൽ ശരി, മാലിന്യ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിലായാൽ ശരി, തെരുവുനായ വിഷയത്തിൻ്റെ പരിഹാരത്തിലായാൽ ശരി, വെള്ളക്കെട്ടിൻ്റെ പരിഹാരത്തിലായാൽ ശരി, അതുപോലെ തന്നെ അവർക്ക് രാഷ്ട്രീയവും മതവും പാർട്ടിയും നോക്കാതെ അവരുടെ കൈകളിലേക്ക് നഗരസഭയുടെ ആനുകൂല്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിലായാലും ശരി, BJPയുടെ നഗരസഭാ ഭരണം അടുത്ത 5 വർഷക്കാലവും കൃത്യമായി മുന്നോട്ട് പോകും. അതിന് ഇത്തരത്തിലുള്ള ഡമ്മി പീസുകളൊന്നും ഇറക്കിയിട്ട് ഒരു കാര്യവുമില്ല എന്ന് ഞാൻ വിനയപൂർവ്വം CPMനെ ഓർമ്മിപ്പിക്കുക. ഈ SHOയ്ക്ക് ആഭ്യന്തരമന്ത്രിയെ അഭിനന്ദിച്ചെങ്കിലും സ്ഥല MLA, അദ്ദേഹം മറ്റൊരു മന്ത്രിയും കൂടിയാണ്, K. മുരളീധരൻ പറഞ്ഞിരുന്നത് തൻ്റെ മണ്ഡലത്തിൽ കയറി വെറുതെ പോലീസ് പ്രശ്നം ഉണ്ടാക്കിയതാണ് എന്ന്. അപ്പോൾ അദ്ദേഹത്തിന് യഥാർത്ഥത്തിലുള്ള കാര്യം പിടികിട്ടിയോ? അല്ല, അതിനകത്ത് അവിടെ ഞാനൊരു ക്ലാരിറ്റി തരാം. അതായത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് ഇദ്ദേഹം വരുന്നത്. ഇദ്ദേഹം വരുന്ന സമയത്ത് BJPയോട് മാത്രമായിരുന്നില്ല, കോൺഗ്രസിനോടും അദ്ദേഹത്തിൻ്റെ സമീപനം അതായിരുന്നു. അതായത് VK പ്രശാന്ത് MLAയുടെ ഒരു വാഹന പര്യടനം വരികയാണെങ്കിൽ ആ മേഖലയിൽ ഇദ്ദേഹം ആദ്യം പൈലറ്റ് പോലെ പോകും. അത് മന്ത്രിമാർക്കാണ് പൈലറ്റ് ബിസ്ക്കറ്റൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ VK പ്രശാന്തിന് ലിറ്ററലി
ഈ ഇലക്ഷൻ സമയത്ത് ഈ പറയുന്ന വിപിൻ എന്ന് പറയുന്ന SHO ഒരു പൈലറ്റും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കി കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ വട്ടിയൂർക്കാവ് സ്റ്റേഷൻ പരിധിക്കകത്ത് എവിടെ VK പ്രശാന്തിന്റെ പരിപാടി നടക്കുന്നുണ്ടെങ്കിലും അതിനൊരു 2 കിലോമീറ്റർ ചുറ്റളവിൽ മറ്റൊരു പാർട്ടിയുടെയും പ്രചരണ വാഹനങ്ങളോ അതുപോലെ പരിപാടികളോ നടത്താൻ അദ്ദേഹം അനുവാദം കൊടുക്കില്ല. ഇനി പ്രചരണ വാഹനങ്ങൾ രാത്രി ഒരു 9:30 സമയത്ത് അദ്ദേഹത്തിന്റെ പര്യടനം, ഈ VK പ്രശാന്തിന്റെ പര്യടനം വരികയാണെങ്കിൽ 9:30 സമയത്ത് നമ്മുടെ ഒരു പ്രചരണ വാഹനം നെട്ടയം ജംഗ്ഷനിൽ നിൽക്കുകയാണ്. മലമുകളിൽ VK പ്രശാന്തിന്റെ പ്രചരണം നടക്കുമ്പോൾ ഞങ്ങളുടെ ഒരു പ്രചരണ വാഹനം നെട്ടയം ജംഗ്ഷനിൽ 9:15 നിൽക്കുകയാണ്. 10 മണിക്ക് അണച്ചാൽ മതി. 9:15 ആകുമ്പോൾ ഈ SHO വിപിൻ അവിടെ വന്നിട്ട് പറയാണ് പ്രചരണ വാഹനം അണയ്ക്കണം, സമയമായി. അപ്പോൾ നമ്മുടെ പ്രവർത്തകർ അങ്ങോട്ട് ചോദിച്ചു അതെങ്ങനെ പറ്റും, കാരണം സമയമായിട്ടില്ല, 10 മണി വരെ ഞങ്ങൾക്ക് ഓൺ ടൈം, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇപ്പം നീ അണച്ചില്ലെങ്കിൽ നിന്റെ വണ്ടി സൈസ് ഞങ്ങൾ എടുക്കുമെന്ന് അവിടെ ഇരിക്കുന്ന വണ്ടിക്കാരനെ പേടിപ്പിക്കുന്നു. അയാൾ പാവപ്പെട്ടവൻ, അവന് ജീവിക്കാൻ കഞ്ഞി കുടിക്കാനുള്ള വകയായതുകൊണ്ട് അവൻ അത് അണച്ചു കൊടുക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, അതിന് കഴിഞ്ഞിട്ട് 20 മിനിറ്റ് കഴിയുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തകരുടെ കണ്ണിൻ്റെ മുന്നിലൂടെ VK പ്രശാന്തിൻ്റെ 5 or 6 പ്രചരണ വാഹനങ്ങളും ബഹളവും കൊട്ടും കലാശവുമായിട്ട് അവരിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ പറയുന്ന വിപിൻ എന്ന് പറയുന്ന SHO മറ്റേ ഈ ലാത്തി വിഴുങ്ങിയതുപോലെ അതിൻ്റെ മുന്നിലുണ്ടാകും. ഞങ്ങളുടെ പ്രവർത്തകർ സ്വാഭാവികമായിട്ട് ചോദിച്ചു, സാറേ ഇപ്പോൾ ഇതിനെന്താ കുഴപ്പം, അത് ഇങ്ങനെയൊക്കെ തന്നടാ, ഇവിടെ കേരളത്തിൽ ഇപ്പം ഇങ്ങനെയൊക്കെ തന്നടാ എന്ന് ഞങ്ങളുടെ പ്രവർത്തകർ തിരിച്ചുകൊണ്ട്. ഇതേ സമാനമായ അനുഭവം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ MLA എന്നുള്ള നിലയിൽ അവിടുത്തെ പ്രവർത്തകന്മാരുടെ വികാരത്തെ ഉയർത്തിപ്പിടിക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? ഈ പറയുന്ന കെ മുരളീധരൻ്റെ ആവശ്യമാണ്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനും VK പ്രശാന്തും ഒക്കെ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മതിയായിരിക്കും. പക്ഷേ MLA എന്നുള്ള നിലയിൽ നാളെയും തെരുവിലിറങ്ങി ഈ കോൺഗ്രസ് പ്രവർത്തകരെ കാണേണ്ടത് മുരളീധരൻ ആയതുകൊണ്ട് മുരളീധരന് കൃത്യമായി വിപിനെ കുറിച്ച് അവിടെ ധാരണയുണ്ട്. ഇലക്ഷൻ സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ട് മുരളീധരൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മുരളീധരന് കൃത്യമായ ധാരണയുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് മുരളീധരൻ പറഞ്ഞത് SHO ചെയ്തത് ശരിയായില്ല, അവിടെ ഒരു വെടിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇത് BJP ആദ്യം മുതലേ പറയുന്നുണ്ട്. അവിടെ വെടിവെക്കാനുള്ള ഒരു സാഹചര്യവുമില്ല. 10 പേരെ നേരിടാൻ 50 പോലീസുകാരുണ്ടായിട്ട് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ? അതെ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. അപ്പോൾ മനഃപൂർവ്വമായി ഒരു ടെൻഷൻ സിറ്റുവേഷൻ ഉണ്ടാക്കി അതുവഴി തിരുവനന്തപുരത്തും വട്ടിയൂർക്കാവിലും ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് ഒരു സംഘർഷത്തിൻ്റെതായ അന്തരീക്ഷം സൃഷ്ടിച്ച് വികസന പ്രവർത്തനങ്ങളൊന്നും നടത്താൻ കോർപ്പറേഷൻ അനുവദിക്കാതിരിക്കുക, അതിൻ്റെ മുകളിൽ സമരങ്ങൾ നടത്തി ഇതിനെ മൊത്തത്തിൽ അങ്ങ് അലങ്കോലപ്പെടുത്താമെന്നുള്ള CPMൻ്റെ ഒരു നറേറ്റീവ് സൃഷ്ടിച്ച് അല്ലെങ്കിൽ CPM കൊണ്ടുവന്നൊരു അജണ്ടയാണ്. ആ അജണ്ട ഞങ്ങൾ നൈസായിട്ട് അങ്ങ് പൊളിച്ചു. ഞങ്ങൾ സുഗതൻ്റെ പേരിൽ ഒരിടത്ത് പോലും അക്രമം ഉണ്ടാക്കിയില്ല. ഞങ്ങൾ സുഗതൻ അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങൾ വളരെ സംയമനം പാലിച്ചു. കാരണം എന്താണ്? ഞങ്ങളെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് അക്രമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഞങ്ങളെ ജനങ്ങൾ ഇവിടെ അവസരം തന്നിട്ടുള്ളത് നിങ്ങൾ വികസനം നടത്തും എന്ന പ്രതീക്ഷയിലാണ്. ആ വികസനം നടത്താനുള്ള ഉത്തരവാദിത്വം ഹൃദയത്തിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് BJPയുടെ ഓരോ പ്രവർത്തകന്മാരും എടുത്തിട്ടുണ്ട്. ആ ഉത്തരവാദിത്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അപ്പോൾ ഇനി എന്താണ് പാർട്ടിയുടെ? ഞങ്ങളുടെ പാർട്ടി കൃത്യമായി പറഞ്ഞു, ഈ SHO വിപിൻ അടക്കം ഈ പറയുന്ന കള്ളക്കേസ് ഉണ്ടാക്കി സുഗതനെ കൊടുക്കാൻ ശ്രമിച്ച ഒരൊറ്റൊരാളെ ഞങ്ങൾ മാന്യമായി സർവീസിനകത്ത് ഇരിക്കാൻ സമ്മതിക്കില്ല. അവരെ മുഴുവൻ ഞങ്ങൾ ജനകീയമായി കോടതികളുടെ മുന്നിൽ കൃത്യമായി രേഖകളുടെ അടിസ്ഥാനത്തിൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ നീതിപീഠങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവന്ന് മറുപടി പറയിക്കാതെ ഞങ്ങൾ ഇതിൽ നിന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി പോകുന്നില്ല. അതുപോലെ ജനകീയ ജനകീയനായിട്ടുള്ള ഞങ്ങളുടെ കൗൺസിലറെ ഈ രാഷ്ട്രീയമായി ഇവർ നടത്തുന്ന ചില പേക്കൂത്തുകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ പൊതുയോഗമൊക്കെ വെച്ചിട്ട് കുറേ കള്ളത്തരം ഇങ്ങനെ പറയുകയാണ് മേയറെക്കുറിച്ച്. എന്തായാലും വട്ടിയൂർക്കാവിലെ മുൻ MLAയും മേയറുമായിട്ടുള്ള VK പ്രശാന്ത് മനസ്സിലാക്കേണ്ടത്, സാധാരണപ്പെട്ട പട്ടികജാതിക്കാരന് കേന്ദ്ര സർക്കാർ അനുവദിച്ച അവൻ്റെ വീട്ടിൽ പഠനമുറി നിർമ്മിക്കാൻ, അവൻ്റെ പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് സഹായമായി കൊടുക്കേണ്ട പണം, അവിടുത്തെ അടിസ്ഥാന വികസനം നടത്തേണ്ട പണം, ആ പാവപ്പെട്ട പട്ടികജാതിക്കാരൻ്റെ പോക്കറ്റിൽ നിന്ന് ആ പണം അടിച്ചു മാറ്റിയ VK പ്രശാന്തിന് ഒരർഹതയുമില്ല BJPയുടെ ഏതെങ്കിലും ഒരു നേതാവിന് ഉപദേശം തരാൻ. അതുകൊണ്ട് VK പ്രശാന്ത് ആരാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്, നഗരത്തിന് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് VK പ്രശാന്ത് എന്ന് പറയുന്ന SC ഫണ്ട് തട്ടിച്ച കള്ളൻ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കേണ്ട. ഞങ്ങളുടെ മേയർക്ക് പ്രവർത്തിക്കാൻ അറിയാം. ഞങ്ങളുടെ മേയർ അത് കൃത്യമായി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ 45 വർഷത്തെ ന്യൂനതകളെ ഞങ്ങൾക്ക് 4 മാസം കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ആക്ഷൻ പ്ലാൻ ഉണ്ട്. ആ ആക്ഷൻ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം നഗരസഭയെ കേരളത്തിലെ എന്നല്ല രാജ്യത്തെ 1ാം നമ്പർ നഗരസഭയാക്കി മാറ്റാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ അതുപോലെ തന്നെ VV രാജേഷിൻ്റെയും അതുപോലെ രാജീവ് ചന്ദ്രശേഖറിൻ്റെയും നേതൃത്വത്തിലുള്ള നഗരസഭാ ഭരണത്തിന് സാധിക്കും എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അത് ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങൾ ജനങ്ങളെ മാത്രം ബോധിപ്പിച്ചാൽ മതി. VK പ്രശാന്തിനെയും ഈ പാർട്ടിയും ബോധിപ്പിക്കാനൊന്നും ഞങ്ങൾ ആരും മെനക്കെടുന്നില്ല. ഒപ്പം സുഗതനെതിരെ നടത്തിയിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള
നിലപാടുകൾ, രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹത്തിനെതിരായിട്ടുള്ള നിലപാടുകളെ രാഷ്ട്രീയമായി തന്നെ ചോദ്യം ചെയ്യാനും രാഷ്ട്രീയമായി തന്നെ മറുപടി പറയാനും BJP കേരളത്തിനകത്തും തിരുവനന്തപുരത്തിനകത്തും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സംവാദങ്ങൾക്ക് തയ്യാറാവും. കൃത്യമായി രാഷ്ട്രീയമായി അതിനെ ചെറുത്തു തോൽപ്പിക്കും. നിയമപരവും രാഷ്ട്രീയവുമായിട്ടുള്ള പിന്തുണ സുഗതനും സുഗതൻ്റെ കുടുംബത്തിനും BJPയുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ എന്തായാലും വളരെയധികം നന്ദി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. നമസ്കാരം.